പ്രിയരെ, നമ്മളൊക്കെ ദുനിയാവിൻ്റെ പല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറില്ല ആ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, അള്ളാഹുവിൻ്റെ സ്വർഗം എന്നുള്ളത് എത്ര മഹത്തരപരമായിരിക്കും. ഈ ദുനിയാവ് തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണിനെയും കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളതാണ്. അതായത് വർണ്ണങ്ങളാൽ കൺകുളിർമ നൽകുന്ന, വ്യത്യസ്ത പേരുകളുള്ള, ഉപരിലോകത്ത് സ്ഥിതി ചെയ്യുന്ന, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികളാൽ നിർമ്മിക്കപ്പെട്ട, തൂവെള്ള നിറമുള്ള, നേർമയുള്ള, പൊടിയും കലർപ്പില്ലാത്ത കസ്തൂരിയുടെ വാസനയുമുള്ള, മണ്ണിനാൽ സംവിധാനിക്കപ്പെട്ട, ആകാശഭൂമികളോളം വിശാലമായ, മക്കയും ഹിമ്യറിനും ഇടയ്ക്കുമുള്ള അത്രയും വിശാലമായ വീതിയിൽ 8 കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട, ഉന്നത പദവികളുള്ള, മണിമേടകളും കൊട്ടാരങ്ങളും തലയിണകളും മെത്തകളും പരവതാനികളും ചാരുമഞ്ചുകളും കട്ടിലുകളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും വൃക്ഷങ്ങളും തണലുകളും തോട്ടങ്ങളും ഫലങ്ങളും നദികളും പാനീയങ്ങളും സേവകന്മാരും സ്വർഗീയ മദ്യവും സ്വർഗീയ ഇണകളുമുള്ള, എന്നെന്നും നിലനിൽക്കുന്ന ഇഹലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തപരമായിട്ടുള്ളൊരു ലോകമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. ഒരിക്കലും അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ ചാട്ട വെക്കാനുള്ളൊരു സ്ഥലം, ആ സ്ഥലം എന്നുള്ളത് ദുനിയാവും ഈ ദുനിയാവിലുള്ളതിനേക്കാളെല്ലാം തന്നെ ഉന്നതമായ അല്ലെങ്കിൽ ഉത്തമപരമായ സ്ഥലമാണ് സ്വർഗത്തിലൊരു ചാട്ട വെക്കാനുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ എത്രമാത്രം മഹത്തരമായിരിക്കും ആ ലോകം. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാം. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ, ആ സ്വർഗം എനിക്ക് കിട്ടണം. ആ സ്വർഗം എനിക്ക് കിട്ടണമെന്ന് നമ്മൾ വെറുതെ വായം കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. എന്തൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലും ദാരിദ്ര്യങ്ങളും പട്ടിണികളും രോഗങ്ങളും പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം വന്നാലും ശരി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ആത്മാർത്ഥമായി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ നിങ്ങളൊന്ന് ജീവിച്ച് നോക്കി നോക്ക്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുള്ളൂ. അതിന് അനുഗ്രഹിക്കട്ടെ.